സർവകലാശാലകളിൽ അക്കാദമിക് മികവില്ലാത്തവരെ വൈസ് ചാൻസലർമാരാക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന UGC കരട് മാർഗരേഖയ്ക്കെതിരെ കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ ഇന്നലെ ബംഗളൂരുവിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കോൺക്ലേവ് കരട് മാർഗരേഖയ്ക്കെതിരെ പ്രമേയം പാസാക്കി. മാർഗരേഖ തയ്യാറാക്കുമ്പോൾ സംസ്ഥാനങ്ങളോട് ആലോചിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നാണ് പ്രമേയത്തിൽ ആവശ്യം. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, പ്രമേയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്? അരുൺ. ഉന്മേഷ്, UGCയുടെ ഈ കരട് മാർഗരേഖയ്ക്കെതിരെ നേരത്തെ തന്നെ കേരളവും തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ രംഗത്ത് വന്നിരുന്നു. ആ കോടതിയെ സമീപിക്കുമെന്ന് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അവർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇന്നലെ ബംഗളൂരുവിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കോൺക്ലേവിലാണ് ഈ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. കേരളവും തമിഴ്നാടും കർണാടകയും അടക്കം 7 സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരാണ് ഇന്നലെ ആ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ അക്കാദമിക് വിദഗ്ധർ അല്ലാത്തവർക്കും VC-മാരാകാം എന്ന ചട്ടം എടുത്തു കളയണം എന്ന് ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം യോഗ്യത, നിയമന കാലയളവ് എന്നിവയ്ക്ക് കൃത്യം മാനദണ്ഡങ്ങൾ വേണം. VC സെലക്ഷൻ കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധി ഉണ്ടായേ തീരൂ. സംസ്ഥാന സർക്കാരിനെ VC നിയമനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും പുതിയ UGC നയത്തിന്റെ കരട് മാർഗരേഖ സ്വകാര്യ സ്ഥാപനങ്ങളെ മാത്രം സഹായിക്കുന്നതാണ് എന്നതാണ് ഈ പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിയമപരമായി തന്നെ ഇതിനെ നേരിടാൻ തന്നെയാണ് ഈ സംസ്ഥാനങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ പ്രമേയം 7 സംസ്ഥാനങ്ങൾ ചേർന്ന യോഗത്തിൽ ഈ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.